3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തായത് 80,000-ലധികം കുടുംബങ്ങൾ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന സർക്കാർ പദ്ധതികൾക്കിടെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പാവപ്പെട്ടവരുടെ മുൻഗണനാ കാർഡുകൾ ഭക്ഷ്യവകുപ്പ് റദ്ദാക്കിയത്. തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് ഏറ്റവും കൂടുതൽ പേർ പട്ടികയിൽ നിന്നും പുറത്തായത്. 3 മാസം തുടർച്ചയായി റേഷൻ കൈപ്പറ്റാത്ത 80,187 കുടുംബങ്ങളെയാണ് ഒറ്റയടിക്ക് ഭക്ഷ്യവകുപ്പ് പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. ഇതിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 8,531 മഞ്ഞ കാർഡുടമകളും മുൻഗണനാ വിഭാഗത്തിലെ 71,656 പിങ്ക് കാർഡുടമകളുമുണ്ട്. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന സർക്കാരിൻ്റെ വലിയ പ്രഖ്യാപനങ്ങൾക്കിടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡപ്രകാരം പട്ടികയിൽ ഇടം പിടിച്ച പാവപ്പെട്ടവരുടെ ഈ കൂട്ടപ്പുറത്താക്കൽ. ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ പുറത്തായത് തലസ്ഥാന നഗരിയിലാണ്. തിരുവനന്തപുരത്ത് 11,432 കുടുംബങ്ങളും എറണാകുളത്ത് 10,737 കുടുംബങ്ങളും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. ഗോത്രവിഭാഗക്കാർ ഏറെയുള്ള വയനാട്ടിൽ നിന്ന് 485 കുടുംബങ്ങളെയും സൗജന്യ റേഷൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ഇനി മുതൽ പൊതുവിഭാഗത്തിലുള്ള വെള്ള കാർഡ് മാത്രമേ ലഭിക്കൂ. അതായത് മഞ്ഞക്കാർഡിൽ മാസം 30 കിലോ അരി സൗജന്യമായി ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇനി വെറും 2 കിലോ അരി മാത്രമാണ് ലഭിക്കുക. അതും കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ. എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്നതിൽ കാർഡുടമകളോട് യാതൊരു വിശദീകരണം പോലും ചോദിക്കാതെയാണ് ഭക്ഷ്യവകുപ്പിന്റെ ഈ കൂട്ട നടപടി. പുറത്തായവർക്ക് പകരം നിലവിൽ നീല വെള്ള കാർഡുകളിൽ നിന്നുള്ള അർഹരായവരെ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.